കെ ശൈലജ ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീമതി കെ ശൈലജ, എങ്ങനെ ഓർത്തെടുക്കുന്നു VS എന്ന സഖാവിനെ താങ്കൾ? സഖാവ് VS എന്ന രണ്ടക്ഷരം ഈ കേരളത്തിലെ ജനങ്ങളുടെ ഒരു ആവേശമായിരുന്നു, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്. അദ്ദേഹം പാർട്ടി കെട്ടിപ്പടുക്കുന്നതിലും അതുപോലെ തന്നെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ കേരളത്തിന്റെ വികസനത്തിന് അടിത്തറ പാകുന്നതിനും അങ്ങേയറ്റം പരിശ്രമിച്ചിട്ടുള്ള ഒരു നേതാവാണ്. പിന്നപ്പുറ വയലാർ സമരത്തിന്റെ നായകനായിട്ടുള്ള സഖാവ് VS ഫ്യൂഡലിസത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിലൂടെയാണ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത്. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടതിന് ശേഷം കമ്മ്യൂണിസ്റ്റ് ആശയഗതികൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നതിനും ഉച്ചനീചത്വങ്ങൾ ഇല്ലാതാക്കുന്നതിനും പ്രവർത്തിച്ച സഖാവാണ്. സഖാവ് VS കേരളത്തിലെ മനുഷ്യരുടെ ഒരു ആവേശമായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. കുറെ കാലമായി VSന് പഴയതുപോലെ സജീവമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയാത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എങ്കിലും VS അവിടെ ഒരു സാന്നിധ്യമായി ഉണ്ട് എന്ന് ഓർക്കുന്നത് എല്ലാവർക്കും ഒരു ആവേശമായിരുന്നു. ഇപ്പോ VS വിടവാങ്ങിയിരിക്കുകയാണ്. എന്തായാലും കേരളത്തിന്റെ ചരിത്രത്തിൽ വിപ്ലവകരമായിട്ടുള്ള ഏടുകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് സഖാവ് VS വിടവാങ്ങുന്നത് എന്ന് നമുക്കെല്ലാം ആശ്വസിക്കാം. സഖാവിന്റെ വേർപാടിൽ അതീവ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയാണ്. ശരി, എല്ലാവർക്കും അനുസ്മരിക്കാനുള്ളത് തന്നെയാണ്. VS അച്യുതാനന്ദൻ പോരാട്ടങ്ങളുടെ സഖാവായിരുന്നു. അദ്ദേഹം കർഷക തൊഴിലാളി സമരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് തുടങ്ങി. അവിടെ നിന്ന് പിന്നീട് പാർട്ടിയിൽ അദ്ദേഹം സംഘടനാ തലത്തിൽ ഉയർന്നു വന്നു. 1957 ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരുന്ന സമയത്ത് സംസ്ഥാന സമിതി അംഗമായിരുന്നു. 1964 CPM രൂപീകരിച്ചപ്പോൾ CPI ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്ന 32 നേതാക്കളിൽ അവസാനത്തെ ആളായി മാറിയിരിക്കുന്നു VS അച്യുതാനന്ദൻ. അദ്ദേഹവും വിടവാങ്ങിയിരിക്കുകയാണ്. കേരളത്തിൽ നിന്നുള്ള 7 സഖാക്കളിൽ അവസാനം വിടവാങ്ങുന്നയാളായി VS അച്യുതാനന്ദൻ മാറിയിരിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം പാർലമെന്ററി ജനാധിപത്യത്തിലേക്ക് കടന്നു വന്നിരുന്നു. അവിടെ തുടക്കത്തിൽ തോൽവിയായിരുന്നുവെങ്കിലും 1967 അദ്ദേഹത്തിന് വിജയിക്കുവാൻ സാധിച്ചു. അദ്ദേഹം 2 തവണ അമ്പലപ്പുഴയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു. അതിനുശേഷം മാരാരിക്കുളത്ത് അദ്ദേഹം മത്സരിക്കുന്നു 1991. 80 മുതൽ 92 വരെ അദ്ദേഹം സംഘടനാ തലത്തിൽ ശക്തനാവുകയായിരുന്നു. 91 മാരാരിക്കുളത്ത് നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നു. അതിനുശേഷം 96 മാരാരിക്കുളത്തെ തോൽവി. രമേശ് ചെന്നിത്തല